ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ (ഇസിഐ) പശ്ചിമബംഗാളിലെ അന്തിമ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം ഘട്ടം ഘട്ടമായി തുടങ്ങി. 2026 ഫെബ്രുവരി 28 ശനിയാഴ്ചയാണ് ഇതിന് തുടക്കമായത്. 4 മാസം നീണ്ട വിശദമായ ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ എസ്ഐആർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ പട്ടിക പുറത്തിറക്കുന്നത്. സംസ്ഥാനത്ത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ സുപ്രധാന നീക്കം വോട്ടർ പട്ടികയുടെ കൃത്യതയും വിശ്വാസ്യതയും പൂർണ്ണതയും ഉറപ്പാക്കാനാണ്. 2025 നവംബർ 4 തുടങ്ങിയ ഈ എസ്ഐആർ പ്രക്രിയയുടെ പ്രധാന ലക്ഷ്യം വോട്ടർ പട്ടികയെ സൂക്ഷ്മമായി ശുദ്ധീകരിക്കുക എന്നതായിരുന്നു. അതായത് ഇരട്ട വോട്ടുകൾ, മരണപ്പെട്ടവരുടെ പേരുകൾ, താമസം മാറിയവരുടെ വിവരങ്ങൾ എന്നിവ കണ്ടെത്തി നീക്കം ചെയ്യുകയും ഒപ്പം യോഗ്യരായ എല്ലാ പൗരന്മാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു കമ്മീഷന്റെ ലക്ഷ്യം. പശ്ചിമബംഗാളിലെ വോട്ടർമാർക്ക് ഇപ്പോൾ ഈ പുതുക്കിയ പട്ടികയിൽ തങ്ങളുടെ പേരുണ്ടോ എന്ന് പല ഔദ്യോഗിക മാർഗങ്ങളിലൂടെയും പരിശോധിക്കാം. പശ്ചിമബംഗാൾ മുഖ്യ ഓഫീസറുടെ so-west-bengal.wb.gov.in എന്ന വെബ്സൈറ്റും ഇസിഐയുടെ voters.eci.gov.in എന്ന വോട്ടേഴ്സ് സർവീസസ് പോർട്ടലും ഇതിനായുള്ള പ്രധാന ഓൺലൈൻ സംവിധാനങ്ങളാണ്. ഇതുകൂടാതെ ഇസിഐ NET മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും വോട്ടർമാർക്ക് തങ്ങളുടെ തിരഞ്ഞെടുപ്പ് നില എളുപ്പത്തിൽ പരിശോധിക്കാവുന്നതാണ്. ഇനി ഓഫ്ലൈനായി വിവരങ്ങൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വോട്ടർ പട്ടികയുടെ ഹാർഡ് കോപ്പികൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ (VLO) വഴിയും വിവിധ പ്രാദേശിക തിരഞ്ഞെടുപ്പ് ഓഫീസുകൾ വഴിയും ലഭിക്കും. അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ, AERO സബ് ഡിവിഷണൽ ഓഫീസർമാർ, SDO ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർ, BDO ജില്ലാ കളക്ടർമാർ, DM എന്നിവരുടെ ഓഫീസുകളിൽ നിന്നും ഈ വിവരങ്ങൾ ലഭ്യമാണ്. ഈ സമഗ്രമായ വോട്ടർ പട്ടിക പുതുക്കൽ ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് നിർണായകമാണ്. യോഗ്യരായ വോട്ടർമാർ മാത്രം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു എന്ന് ഇത് ഉറപ്പാക്കുന്നു. ഒപ്പം വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കാൻ വിശ്വസനീയമായ ഒരടിസ്ഥാനവും ഇത് നൽകുന്നു. പശ്ചിമബംഗാളിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR എന്ന് പേരിട്ട ഈ പ്രക്രിയ സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പുവരുത്താൻ വേണ്ടി വലിയ തോതിൽ കൃത്യമായ ആസൂത്രണത്തോടെ ചെയ്തൊരു ശ്രമമായിരുന്നു. 2025 നവംബർ 4 ഈ പരിപാടിക്ക് തുടക്കമായത്. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള വളരെ വിശദമായൊരു വിവരശേഖരണം ഇതിന്റെ ഭാഗമായി നടന്നു. ബൂത്ത് ലെവൽ ഓഫീസർമാർ ബ്ലോക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തി. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2026 ജനുവരി 1 18 വയസ്സ് തികഞ്ഞ അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ അർഹതയില്ലാത്തവരെ കൃത്യമായി നീക്കം ചെയ്യുക എന്നിവയായിരുന്നു. ആബ്സെന്റ്, ഷിഫ്റ്റഡ് ഓർ ഡെഡ്, ആബ്സെന്റ്, ഷിഫ്റ്റഡ് ഓർ ഡെഡ് ചുരുക്കിപ്പറഞ്ഞാൽ ASD എന്ന് രേഖപ്പെടുത്തിയ, അതായത് സ്ഥലത്തില്ലാത്തവരോ സ്ഥലം മാറിയവരോ മരിച്ചവരോ ആയവരെയും ഒപ്പം ഡ്യൂപ്ലിക്കേറ്റായി കടന്നുകൂടിയ പേരുകളെയുമൊക്കെയാണ് ഈ പ്രക്രിയ ലക്ഷ്യമിട്ടത്. 2025 ഡിസംബർ 16 പുറത്തിറക്കിയ വോട്ടർ പട്ടികയുടെ കരടിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ കാര്യമായൊരു കുറവ് ആദ്യഘട്ടത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞു. പരിശോധനയുടെ ആദ്യഘട്ടത്തിൽ ഏകദേശം 58 ലക്ഷം പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. 2025 ഓഗസ്റ്റിലെ കണക്കുകൾ വെച്ച് സംസ്ഥാനത്തെ മൊത്തം വോട്ടർമാർ 7.66 കോടിയായിരുന്നു. എന്നാൽ കരട് പട്ടിക പുറത്തിറങ്ങിയപ്പോൾ ഇത് ഏകദേശം 7.08 കോടിയായി കുറഞ്ഞു. 2002 ശേഷം സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കുന്ന ഒരു വലിയ റിവിഷനാണ് ഈ SIR പ്രക്രിയയെന്നും തെറ്റുകളും അപാകതകളുമില്ലാത്ത കൃത്യവും കാലോചിതവുമായൊരു വോട്ടർ പട്ടിക ഉണ്ടാകാൻ ഇത് വളരെ പ്രധാനമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തുപറഞ്ഞു. ഇതിനുശേഷം 2026 ജനുവരി 15 അവസാനിച്ച പരാതികളും ആക്ഷേപങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി പൗരന്മാർക്ക് പട്ടികയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും അല്ലെങ്കിൽ പേര് ചേർക്കാനുമുള്ള അവസരം നൽകി. പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ഒരു പ്രത്യേക തീവ്രപരിശോധന വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. ഇസിഐയുടെ ഈ ശുദ്ധീകരണ പ്രക്രിയ എത്രത്തോളം കാര്യക്ഷമമായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. കരട് പട്ടികയിൽ ഏകദേശം 7.08 കോടി പേരുകളുണ്ടായിരുന്നു. അന്തിമ വോട്ടർ പട്ടികയിലും ഈ പേരുകൾ തന്നെയാകും ഉണ്ടാകാൻ സാധ്യത. പക്ഷേ ഈ പുനഃപരിശോധന ചില പ്രധാനപ്പെട്ട വേർതിരിവുകൾക്ക് കാരണമായിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ഏകദേശം 66 ലക്ഷം എൻട്രികൾക്ക് ഒഴിവാക്കി ഡിലീറ്റഡ് എന്നോ പരിശോധനയിൽ അണ്ടർ അഡ്ജുഡിക്കേഷൻ എന്നോ ഉള്ള രേഖപ്പെടുത്തലുകൾ ലഭിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കേസുകൾ തീർപ്പാക്കിയതിനുശേഷം ഏകദേശം 6 ലക്ഷം പേരുകളാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരും ചേർന്ന് റദ്ദാക്കിയത്. എന്നാൽ ഇതിലും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. 60 ലക്ഷത്തിലധികം പേരുകൾ പരിശോധനയിൽ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഇവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നതിൽ ഇനിയും തീരുമാനമായിട്ടില്ല. തുടർച്ചയായ പരിശോധനകളിലൂടെയാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ബങ്കുറ ജില്ലയിൽ മാത്രം ഈ പ്രത്യേക പുനഃപരിശോധന പ്രക്രിയ തുടങ്ങിയതിനുശേഷം ഏകദേശം 1.18 ലക്ഷം പേരുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. കൂടാതെ വടക്കൻ കൊൽക്കത്തയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അംഗീകൃത പട്ടികയിൽ നിന്ന് ഏകദേശം 17,000 പേരുകൾ കാണുന്നില്ല എന്നാണ്. ഇത് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് രൂക്ഷമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ പുനഃപരിശോധന എത്രത്തോളം വിപുലമായിരുന്നുവെന്നും അർഹരായ വോട്ടർമാരുടെ കൃത്യമായ ഒരു ചിത്രം ലഭിക്കാൻ വേണ്ടി തെറ്റുകൾ തിരുത്താനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിബദ്ധത എത്രത്തോളം വലുതാണ് എന്നുമാണ്. അന്തിമ പട്ടികയുടെ ഈ ഒരു ഡൈനാമിക് സ്വഭാവവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിശോധനകളും തീർപ്പാക്കാത്ത കേസുകളിൽ കൃത്യമായ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് ഒരു അയവ് നൽകുന്നുണ്ട്. അന്തിമ വോട്ടർ പട്ടിക ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കുന്നത് തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ വോട്ടർമാർക്ക് തങ്ങളുടെ പേര് പട്ടികയിലുണ്ടോ എന്ന് പരിശോധിക്കാനും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പേര് ഓൺലൈനായി പരിശോധിക്കാൻ പശ്ചിമബംഗാൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഔദ്യോഗിക വെബ്സൈറ്റായ so-west-bengal.wb.gov.in സന്ദർശിക്കുക. അതല്ലെങ്കിൽ ഇസിഐയുടെ voters.eci.gov.in എന്ന വോട്ടേഴ്സ് സർവീസസ് പോർട്ടലിലൂടെയും നിങ്ങൾക്ക് പേര് പരിശോധിക്കാവുന്നതാണ്. ഈ വെബ്സൈറ്റുകളിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ 2026 എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത്
അതിൽ നിന്ന് ഫൈനൽ പബ്ലിക്കേഷൻ ഓഫ് ഇലക്ടോറൽ റോൾസ് 2026 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് നിങ്ങളുടെ ജില്ല, അസംബ്ലി മണ്ഡലം, ഇഷ്ടപ്പെട്ട ഭാഷ എന്നിവ നൽകുക. അതല്ലെങ്കിൽ നിങ്ങളുടെ പേരും എപക്, വോട്ടർ ഐഡി നമ്പറും വിവരങ്ങൾ തിരയാൻ സാധിക്കും. ECINET എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്കിത് പരിശോധിക്കാവുന്നതാണ്. ഇനി ഇന്റർനെറ്റ് സൗകര്യമില്ലാത്തവർക്ക് അന്തിമ വോട്ടർ പട്ടികയുടെ ഹാർഡ് കോപ്പികൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ, BLOS സബ് ഡിവിഷണൽ ഓഫീസർമാർ, SDOS ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർ, BDOS ജില്ലാ കളക്ടർമാർ, DMS എന്നിവരുടെ ഓഫീസുകളിൽ നേരിട്ട് പോയി പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ കാണുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫോം 6 പൂരിപ്പിച്ച് സമർപ്പിക്കണം. പ്രായം, താമസിക്കുന്നതിന്റെ തെളിവ്, പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ ഉൾപ്പെടെയുള്ള രേഖകളോടൊപ്പം ഈ ഫോം voters.eci.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ ECINET ആപ്പ് വഴിയോ ഓൺലൈനായി സമർപ്പിക്കാം. അതല്ലെങ്കിൽ നേരിട്ട് ബൂത്ത് ലെവൽ ഓഫീസർക്ക്, BLOS ഇത് കൈമാറാവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടികയിൽ പേര് കാണാത്തവർക്കോ അല്ലെങ്കിൽ ഒഴിവാക്കി എന്ന് രേഖപ്പെടുത്തിയവർക്കോ അപ്പീൽ നൽകാൻ ഒരു സംവിധാനമുണ്ട്. ഫോം 6 സമർപ്പിച്ച് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറോ അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറോ അപേക്ഷകൾ അംഗീകരിച്ച് കിട്ടിയാൽ അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കും. അപേക്ഷ ആദ്യം അംഗീകരിച്ചില്ലെങ്കിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് 5 ദിവസത്തിനുള്ളിൽ വോട്ടർമാർക്ക് ബന്ധപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റിനെയോ DM ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറെയോ DO സമീപിക്കാം. അപ്പോഴും ബോധ്യം വന്നില്ലെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് CEO വീണ്ടും അപ്പീൽ നൽകാവുന്നതാണ്. ഈ പരിഷ്കരണ നടപടികളിൽ ഒരു പ്രധാന വഴിത്തിരിവായത് 2026 ഫെബ്രുവരി 24 സുപ്രീം കോടതിയുടെ ഇടപെടലായിരുന്നു. ഭരണഘടനയുടെ 142 അനുച്ഛേദമനുസരിച്ചുള്ള സാധാരണ അധികാരം ഉപയോഗിച്ച് ഫെബ്രുവരി 28 അന്തിമ വോട്ടർ പട്ടികയുടെ സമയപരിധി കഴിഞ്ഞാലും അധിക വോട്ടർ പട്ടികകൾ പ്രസിദ്ധീകരിക്കുന്നത് തുടരാൻ പരമോന്നത കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ECI നിർദ്ദേശിച്ചു. യോഗ്യരായ ഒരു വോട്ടർക്കും വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നില്ലെന്ന് ഈ നിർദ്ദേശം ഉറപ്പാക്കുന്നു, പ്രത്യേകിച്ചും നിരവധി കേസുകൾ ഇപ്പോഴും പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ. ഈ അധിക പട്ടികകളിൽ ഉൾപ്പെടുന്ന വോട്ടർമാരെ അന്തിമ വോട്ടർ പട്ടികയുടെ ഭാഗമായി തന്നെ കണക്കാക്കുമെന്നും തീർപ്പാക്കാത്ത കാര്യങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അനുബന്ധ പട്ടികകൾ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തിരഞ്ഞെടുപ്പ് പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള പ്രതിബദ്ധതയാണ് ഈ നിയമപരമായ നടപടിയിലൂടെ കാണുന്നത്. അതോടൊപ്പം തീവ്രമായ വോട്ടർ പട്ടിക പുതുക്കൽ വേളയിൽ പേരുകൾ സൂക്ഷ്മപരിശോധനയിലായിരുന്ന പൗരന്മാർക്ക് ഇത് ഒരു വലിയ ആശ്വാസവുമാണ്.